ജയിലിൽ മാറ്റം വരണമെന്ന് പറയുമ്പോൾ അവിടെ AC സൗകര്യമുണ്ടാവണമെന്നോ കട്ടിലും കിടക്കയും വേണമെന്നോ ഒന്നല്ല ആവശ്യപ്പെടുന്നത്. പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ഏറ്റവും പ്രധാനം. നമ്മൾ ഭക്ഷണം, നല്ല ഭക്ഷണം ഇപ്പം ജയിലിൽ കിട്ടുന്നുണ്ട്. കോടിയേരിയുടെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു അതിൻ്റെ സംവിധാനങ്ങളാകെ മാറ്റി. ആഴ്ചയിൽ ഒരു ദിവസം ആട്ടിറച്ചിയുണ്ട്, 2 ദിവസം മത്സ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് അത്യന്താപേക്ഷിതമായ പ്രാഥമിക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ടോയ്ലറ്റിൽ പോക്ക്, ആ ശൗചാലയങ്ങളുടെ കാര്യത്തിൽ, അവയിൽ വെള്ളം ലഭ്യമാക്കുന്ന കാര്യത്തിലുള്ള വീഴ്ച, അത് വളരെ പ്രയാസം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂട് കാലത്ത് കുളിക്കൽ നിർബന്ധമാണ്. കുളിക്കാൻ വെള്ളം കിട്ടുന്നില്ല. അതിനൊക്കെ ഏറ്റവും പ്രധാനം അവിടുത്തെ എണ്ണം തന്നെയാണ്. ഒരു എവിടെയായാലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാലോ. ഒരു മാടുകളെ വാഹനത്തിൽ കൂട്ടത്തോടെ കയറ്റി കൊണ്ടുപോയാൽ മാധ്യമപ്രവർത്തകർ അതിൻ്റെ ഫോട്ടോ എടുത്ത് വലിയ വാർത്ത വരാറുണ്ട്. എന്നാൽ ജയിലുകളിൽ, ഇപ്പം കോഴിക്കോട് ജില്ലാ ജയിലിൽ 18 സെല്ല് ഓരോരുത്തർക്ക് താമസിക്കാൻ കിടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ളതാണ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ആ സെല്ലുകളിൽ 5 മുതൽ 8 വരെ ആളുകൾ ഇപ്പോഴുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള സെല്ല്, ഒരു 8, 7, 8, 9 ആൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സെല്ലിൽ 20-25 ആളുകളെ അട്ടിക്കിട്ട് അവിടെ നിർത്തുകയാണ്. ആ ജയിലുകളുടെ സംവിധാനത്തിന്റെ ഭാഗമായി ഒരു ജയിലിലേക്ക് ഒരാൾ അന്തേവാസിയായി പ്രവേശിച്ചാൽ അവർക്ക് കിട്ടേണ്ട പ്രാഥമികമായ കാര്യങ്ങൾ, ഒരു പുൽപ്പായ വേണം. ആ പുൽപ്പായ കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയ ഒരു പുൽപ്പായ 2 കഷ്ണമായിരുന്നു. ആ 2 കഷ്ണം ചേർത്ത് വെച്ച് കിടക്കണം. അതുപോലെ ഭക്ഷണം, ഞാൻ സൂചിപ്പിച്ചത് നല്ല ഭക്ഷണം കിട്ടി. ടോയ്ലറ്റ് പോകണമെങ്കിലോ, ഇപ്പോൾ വൈകുന്നേരം 4-4:30 ആകുമ്പോൾ ജയില് ഞങ്ങളെ ലോക്ക് ചെയ്തു. പിന്നെ പിറ്റേ ദിവസം 6:40 തുറക്കുന്നത്. ആ 6:40 തുറന്നാൽ ഈ ടോയ്ലറ്റിലേക്ക് എല്ലാവരും ഓടുകയാണ്. ഈ സെല്ലിൽ 18 സെല്ലുകളിലായി 300ഓളം ആളുകൾ ആശ്രയിക്കേണ്ടത് 5-6 വരുന്ന ടോയ്ലറ്റുകളെയാണ്. അതിൽ 2-3 പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഉപയോഗശൂന്യമാണ്. മറ്റിടങ്ങളിലേക്ക് 10-25 ആളുകൾ ക്യൂവിൽ നിൽക്കണം. ആ ക്യൂവിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് വെള്ളമുണ്ടോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ബക്കറ്റിൽ വെള്ളം ഈ ഭാഗത്ത് നിന്ന് എടുത്ത് നമ്മൾ നീങ്ങിപ്പോണം. ക്യൂവിൽ നിന്ന് മുന്നോട്ട് വെച്ച് നീങ്ങണം. അങ്ങനെ നീങ്ങുമ്പോൾ ഒരു ബക്കറ്റ് പോലും ചോർച്ചയില്ലാത്ത ബക്കറ്റില്ല. ഒരു 10 ആളുകളുടെ മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും ബക്കറ്റിലെ വെള്ളം തീർന്നിരിക്കും. വീണ്ടും നമ്മൾ വെള്ളം എടുക്കാൻ പോയി വരുമ്പം പിന്നും 10 പേരുടെ പിന്നിലാവുകയാണ്. ഈ ഒരവസ്ഥ. ഈ ടോയ്ലറ്റുകളിൽ ഒരു ടാപ്പ് വെക്കാനുള്ള സൗകര്യം, ഞാൻ സൂചിപ്പിച്ചതുപോലെ മറ്റ് സൗകര്യങ്ങളൊന്നും വേണ്ട, ടോയ്ലറ്റിൽ ടാപ്പ് വെച്ച് കൊടുത്ത ആളുകൾക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുത്തുകൂടെ? അതുപോലെ ഒരു വലിയ ദുരിതം, വെള്ളം. പലപ്പോഴും വെള്ളമില്ല. ഒരു 5 മീറ്റർ വീതിയും നീളവുമുള്ള ഒരു ടാങ്കാണ് 300 പേർക്ക് കുളിക്കാൻ വേണ്ടിയുള്ളത്. അവിടെയുള്ള യുദ്ധം ചെറുതല്ല. ഈ തരത്തിൽ ആളുകളെ ഇപ്പം മറ്റ് ക്യാമ്പുകളിൽ പോലും ഇല്ലാത്ത, മറ്റ് എവിടെയുമില്ലാത്ത രീതിയിൽ മനുഷ്യത്വരഹിതമായി എന്തിന് ഈ ജയിൽ സംവിധാനം മാറണം? എന്തുകൊണ്ട് ഇതിലൊന്നും മാറ്റം വരുന്നില്ല? ഞാൻ സൂചിപ്പിച്ചത് 30 കൊല്ലം മുമ്പ് ഞങ്ങൾ പോയപ്പോഴും ഇതേ സംവിധാനം തന്നെയാണ്. 30 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ പോയപ്പോഴും ഇതേ സംവിധാനമാണ്. ഈ കുറച്ചുകൂടി ആളുകൾക്ക് ടോയ്ലറ്റ് വെച്ച് കൊടുത്താലും കുളിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താലും ഒരു മനുഷ്യനല്ലേ ഈ ആളുകൾ അവിടെ എത്തുന്നത്? എല്ലാവരും എത്തുന്നത് വലിയ ക്രൂരമായ കുറ്റം ചെയ്തിട്ടല്ല. റിമാൻഡ് തടവുകാരാണ്. അവർ കുറ്റവാളികളായി കോടതി കണ്ടിട്ടില്ല. റിമാൻഡ് മാത്രം ചെയ്ത് അവരുടെ വിചാരണ നടക്കാനിരിക്കുകയാണ്. വിചാരണ തടവുകാരായ ആളുകളെ 5-6 വർഷം അവിടെ താമസിപ്പിക്കുന്നുണ്ട്. ഈ ആളുകളൊക്കെ ഈ പ്രയാസം അനുഭവിച്ച് നരകയാതന അനുഭവിക്കേണ്ടവരല്ല. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ കർശനമായ ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം, അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാവണം, കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അനാവശ്യമായി ആളുകളെ ഇങ്ങനെ ജയിലിൽ അടച്ച് ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ച് ആലോചന വേണം. ആളുകളെ ജാമ്യം നൽകി പുറത്തു വിടുന്നതിനെ പറ്റി ആലോചന. അതൊന്നും നമുക്ക് പുറത്ത് കോടതി എന്ത് തീരുമാനിക്കണമെന്ന് പറയാൻ സാധിക്കാത്തതുകൊണ്ട് ആളുകളുടെ ബാഹുല്യമുണ്ട്. ഇപ്പം കോഴിക്കോട് സബ് ജയിലിൽ തന്നെ ഇപ്പം ഫീമെയിൽ ജയിൽ പ്രവർത്തിക്കുന്നില്ല. മെയിൽ ജയിലിൽ 195 ആളുകളുടെ കപ്പാസിറ്റിയാണുള്ളത്. അവിടെ ഇപ്പോൾ ഇന്നലെ 307 ആളുകളുണ്ട്. അപ്പൊ ഈ തരത്തിൽ ആളുകളുടെ ബാഹുല്യം ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ അതിനനുസരിച്ച് സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള ഭാവിയിലേക്കെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ, അടുത്ത വർഷം, അടുത്ത 2 വർഷത്തിനുള്ളിൽ അതിനുള്ള സൗകര്യം ഉണ്ടാവുന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നം. ഈ ചൂടുകാലത്ത് വെള്ളം കിട്ടാതെ, ആളുകൾ കുളിക്കാൻ സാധിക്കാതെ,
എന്താ ഒരു ആമപ്പേൻ എന്ന് പറയുന്ന രോഗം ബാധിച്ച ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ആ പേനുണ്ട്, ശരീരത്തിൽ ഓടി നടക്കുകയാണ്. ആ തരത്തിൽ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തടവുകാരെ എത്തിക്കുന്ന രീതി പോലെ പെരുമാറാൻ അധികൃതർക്ക് സാധിക്കണം. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ജയിൽ DGP ഒരു പുതിയ സർക്കുലർ ഇറക്കി. ആ സർക്കുലർ പറയുന്നത് ഇനി മുതൽ മൂന്ന് ആളുകളെ വിളിക്കാൻ വേണ്ടി നമുക്ക് അവിടെ ബൂത്ത് പോലൊരു സൗകര്യമുണ്ട്. ആ 3 ആളുകളുടെ നമ്പർ കൊടുത്താൽ 1, 2, 3 എന്ന ക്രമത്തിൽ അതിലടിച്ചാൽ ആ നമ്പറിൽ മാത്രമേ വിളിക്കാൻ പറ്റൂ. അതിലും നിയന്ത്രണമുണ്ട്. ആ വിളിക്കാനുള്ള നമ്പറുകൾ BSNL നമ്പർ മാത്രമായിരിക്കണമെന്നൊരു സർക്കുലറാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എന്റെ നമ്പർ BSNL ആവണമെന്ന് എനിക്ക് തീരുമാനിക്കാം. പക്ഷെ ഞാൻ വിളിക്കുന്ന ആളുകളെ BSNL ആവണം. ഞാനൊരു തടവുകാരനായി ജയിലിലെത്തി, പ്രായമുള്ള എന്റെ അമ്മ BSNL എടുക്കണമെന്ന് പറഞ്ഞാൽ സാധിക്കുമോ? ഇനി ഞാൻ വിളിക്കാൻ പോകുന്ന ഹൈക്കോടതിയിലെ അഭിഭാഷകനോട് നിങ്ങൾ BSNLന്റെ ഫോൺ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് തടവുകാരന് പറയാൻ സാധിക്കുമോ? അപ്പൊ ഇത്തരം വികലമായ നടപടികളൊക്കെ എടുത്ത് ജയിലിലെ അന്തേവാസികളെ മാനസികമായി പീഡിപ്പിക്കുന്നതിന് പകരം അതിന് ശാസ്ത്രീയമായി എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ അതിന് ന്യായമായി പറയുന്നത് വീഡിയോ കോൺഫറൻസിലൂടെ മറ്റാളുകൾ കൂടി ആ വിളിക്കുന്ന ഫോണുകളിൽ ഇടപെട്ട് കളയുന്നു. അതൊക്കെ നിയന്ത്രിക്കാൻ എന്താണ് സംവിധാനം എന്ന് ആലോചിക്കണം. ഈ ആധുനിക കാലഘട്ടത്തിൽ അതിന് എങ്ങനെ അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തണം. അതല്ലാതെ വിളിക്കുന്ന ആളുകളുടെ ഫോൺ BSNL ആവണം എന്ന സർക്കുലർ ഇറക്കിക്കൊണ്ട് അന്തേവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുൾപ്പെടെ കെട്ടിടത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെ മാറ്റം, നമ്മുടെ നാടാകെ മാറിയില്ലേ. എന്നാൽ ജയിലിൽ ന്യൂ ബ്ലോക്കിലാണ് ഞാൻ താമസിച്ചത്. ആ ന്യൂ ബ്ലോക്ക് എന്ന് പറയുന്നത് EMSന്റെ കാലത്തുള്ള ബ്ലോക്കാണ്. ഞാൻ കിടക്കുന്ന സമയത്ത് തന്നെ 1-2 തവണയായി കോൺക്രീറ്റ് പൊട്ടി താഴെ വീകുന്ന അവസ്ഥയുണ്ടായി. ഈ തരത്തിൽ ഒരു മനുഷ്യനായി കാണാതെ ജയിലിൽ അകപ്പെടുന്ന ആളുകളോട് പെരുമാറുന്ന സമീപനത്തിൽ നിന്ന് മാറ്റം വേണം. ഒരു സാമൂഹ്യമായ മാറ്റത്തിന് വിധേയമാകണം. പരിഷ്കാരങ്ങൾ എല്ലാ മേഖലയിലും വരുമ്പോൾ ജയിൽ പരിഷ്കരണവും അതിന്റെ ഭാഗമാവണം. അതിന്റെ മാനുവലിൽ മാറ്റം വരണം. കെട്ടിടം നവീകരിക്കണം. സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തടവുകാരാണ്, കുറ്റക്കാരാണ്, കുറ്റവാളികൾ എത്തുന്ന ഇടമാണ്. അതിന്റെ പരിമിതികളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ആവശ്യമായ സൗകര്യം നിർബന്ധമായി ഉണ്ടാവണം. ആവശ്യമായ ഉൽപ്പായ വേണം. അവർക്ക് നല്ല പ്ലേറ്റുകൾ കൊടുക്കണം. അവർക്ക് ബക്കറ്റ് ഉണ്ടാവണം. പൊട്ടാത്ത ഉപയോഗിക്കാൻ സാധിക്കുന്ന ബക്കറ്റ് ഉണ്ടാവണം. ടോയ്ലറ്റുകളിൽ നിർബന്ധമായും ടാപ്പ് ഉണ്ടാവണം. ഈ റൂമുകളിൽ ഇപ്പോൾ 25 പേര് കിടക്കുന്ന റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായ ഒരു സൗകര്യമുണ്ട്. അവിടെ വെള്ളം കൂടി ഇല്ലാതാകുമ്പോൾ 25 ആളുകൾ രാത്രി ഈ യൂറിൻ പാസ് ചെയ്താലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രയാസങ്ങളൊക്കെ ഇതൊക്കെ മനുഷ്യത്വരഹിതമായ നടപടികളാണ്. അപ്പൊ ഇത്തരം നടപടികൾ അത് ജയിലിലായാൽ പോലും ഉണ്ടാവരുത്. മനുഷ്യാവകാശ ലംഘനമാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാവണം എന്ന് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിലൂടെ അധികൃതരുടെ കൂടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ഈ ചെറിയ ഒരു ആവശ്യം എന്ന്